നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്ക്. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കാം. ചില സ്ഥലത്ത് ഇതിന് ഏത്തയ്ക്കാപ്പോന്നും വാഴയ്ക്കാപ്പോന്നും പറയും. നമുക്കതെങ്ങനെയാണ് നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് ആദ്യം അതങ്ങനെ തൊലിയിൽ ഇളക്കിയെടുക്കാം. ഇത് നല്ല പഴുത്ത കായാണ്. ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. കടക്കാർ ചെയ്യുന്നത് പോലല്ല, ചായക്കടയിലൊക്കെ ചെയ്യത്തില്ലേ, അതുപോലല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും ഇത് കാണണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിങ്ങനെ പഴം എടുത്ത് നമുക്കിങ്ങനെ കണ്ടിച്ച് എടുക്കാം, രണ്ടായിട്ട് ഇങ്ങനെ കണ്ടിച്ചെടുക്കാം. നമുക്ക് ഇതാന്നിട്ട് ഇങ്ങനെ പൊളിച്ച് എടുക്കാം. നല്ലതുപോലെ പഴുത്ത കായാണ്, നന്നായിട്ട് പഴി. ഇങ്ങനെയുള്ള കായാണ് നമ്മൾ ഈ പഴംപൊരി എടുക്കുക ഏറ്റവും നല്ലത്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം പഴത്തിനൊക്കെ വളരെ വിലക്കുറവാണ്. കണ്ട ഇത്രയും കായുണ്ട്. നമുക്കിനി ഇതിൻ്റെ മാവൊന്ന് കൂട്ടാം. ഇത് സാധാരണ ഇത് മൈദയല്ല, ഇത് ഗോതമ്പാണ്. നമുക്ക് മാവ് കഴിക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഗോതമ്പായിരിക്കും ഏറ്റവും നല്ലത്, മൈദയെ കട്ടി. നമുക്കിനി അല്പം ഉപ്പിടാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഒത്തിരി കളറാണ് ചേർക്കുന്നത്. ഞാൻ കളറല്ല ചേർക്കുന്നത്. നമുക്ക് ഗുണമുള്ള ഒരു എന്താണ് മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. എല്ലാവരും കളറാണ് ചേർക്കുന്നത്. പക്ഷെ കളർ നമ്മുടെ ആരോഗ്യത്തിന് അത് ഹാനികരമാണ്, കൊള്ളത്തില്ല. ആരോഗ്യത്തിന് അത് കളർ നല്ലതല്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ജീരകവും ഏലക്കയും കൂടി ഇടാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് ഗോതമ്പ് തന്നെ നല്ലത്, മൈദ അല്ല. മൈദ അത് മൈദ ചേർന്ന് ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കല്ലെന്നാണ് പൊതുവെ ഡോക്ടർമാരെല്ലാം പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് മൈദ ചേർന്ന് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കൊച്ചുങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഗോതമ്പ് വെച്ച് എടുക്കാവുന്നതാണ്. കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നമ്മളത് മൈദ വെച്ചല്ലേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. ഗോതമ്പ് വെച്ചത് നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതൽ വീട്ടിലെടുത്ത് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇതാണ്, ഈ രീതിയിലാണ് വരേണ്ടത്. നല്ല കുരുന്തായിട്ട് കിടക്കാൻ കണ്ട ഈ രീതിയിലാണ് വരുന്നത്. നമുക്കിനി കായിനോട്ടിടാം. ഞാൻ കുറച്ച് എണ്ണ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം, ഒന്നും ചിലപ്പോൾ കാണത്തില്ല. ഇനി നമുക്കൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി കായ അങ്ങോട്ട് പറക്കിയിട്ട് ഇടാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് പറക്കിയിടാം. ഇതുപോലെ ഇടണം. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പവും എണ്ണയുടെ ഇത് അനുസരിച്ച് വേണം നമുക്ക് അതിനകത്ത് ഇടാൻ പറ്റുന്നുള്ളൂ. ഞാൻ ചെറിയൊരു പാത്രമാണ് വെച്ചേക്കുന്നത്, അതനുസരിച്ചാണ് ഞാൻ ഇടുന്നത്. 3 എണ്ണമാണ് ഞാൻ ഇട്ടേക്കുന്നത്. നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. സൂക്ഷിച്ച് വേണം, എണ്ണയൊക്കെ തെറിച്ച് വീഴും. ഉണ്ടെങ്കിൽ തിരിച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉള്ളു മൊരിയണം. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ അതായിരിക്കും ഇഷ്ടമുണ്ട്. ഇത് പക്ഷേ ശരിക്കും ഇതുപോലെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കടിച്ച് തിന്ന ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അത് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതെടുക്കാം. അത് നല്ലതായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ഈ എണ്ണ എല്ലാം കൂടി ഇങ്ങനെ വീഴുമ്പോൾ അതിനകത്ത് എണ്ണ ഒട്ടും കാണത്തില്ല. പ്രത്യേകിച്ച് ഗോതമ്പിൻ്റെ ഇതെടുക്കുമ്പോൾ തന്നെ അത് എണ്ണ കുറവായിരിക്കും, എണ്ണയുടെ അംശം കുറഞ്ഞിരിക്കും. മുരിഞ്ഞെടുക്കുമ്പോൾ ഒട്ടും അതിനകത്ത് എണ്ണ ഇരിക്കത്തില്ല. എൻ്റെ മോനാണെങ്കിൽ നല്ലതായിട്ട് മൊരിഞ്ഞതാണ് ഇഷ്ടം. വട എടുത്താലും എന്തെടുത്താലും നന്നായിട്ട് മൊരിയണം. നമുക്കിനി ഒരു ട്രിപ്പ് കൂടി ഇടാം. നല്ല ഇതുപോലെ ഇരിക്കും പഴംപൊരി. നല്ല ഇതാണ്, നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല ചൂടുണ്ട്.
ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളെപ്പോഴും ഈ രീതിയിലാണ് എടുത്തു കൊടുക്കേണ്ടത്. ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.